നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നായ വരാഹി ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് വരാഹി മൂർത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ദശാവതാരങ്ങളിൽ പെടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലമാണ് വരാഹമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിന്ന് കാലത്ത് അവിടെ തൊട്ടടുത്തായിട്ടാണ് പൂജ. ഇന്ന് രാവിലെ വൈകിട്ടൊക്കെ അവിടെ ആ ക്ഷേത്രത്തോടിൻ്റെ സമീപ പ്രദേശത്താണ് പൂജയുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും പൂജയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തിയിട്ട് വേണം നമുക്ക് പൂജയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 4:30 മണി ആയിട്ടേ ഉള്ളൂ. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് എണീറ്റ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾക്കൊക്കെ ശേഷം കുറച്ച് നേരം രാമായണ പാരായണമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ പൂജയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ സാധാരണ പൂജയ്ക്ക് പോകുന്ന സമയത്തായാലും അമ്പലത്തിൽ പോകുന്ന സമയത്തായാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു കടയുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയിരിക്കുക. നമ്മുടെ നേമം ജംഗ്ഷനിൽ തന്നെ. ഞങ്ങൾ സ്ഥിരമായിട്ട് താണ്ടി ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ പൂജയ്ക്കൊക്കെ വരുന്ന സമയത്ത് വെളുപ്പിനെയൊക്കെ ഇറങ്ങിയാലും ചേട്ടനൊരു 4 മണി 4:30 മണി സമയത്ത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂജയ്ക്കൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി ഞങ്ങൾ ചായ കുടിച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ പൂജ സ്ഥലത്തോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. ചെറിയൊരു കടയാണ്. ചായ, അതുപോലെ തന്നെ വട, പഴംപൊരി, ഏത്തയ്ക്കാപ്പം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പല വെറൈറ്റി വടകളാണ്. അതായത് ഉഴുന്നുവടയുണ്ട്, പരിപ്പുവടയുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് പൂജ സ്ഥലത്തോട്ട് പോകാനായിട്ട്. ചെറിയൊരു തട്ടുകടയാണ്. നമ്മളങ്ങനെ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് അടുത്ത പരിപാടിക്ക് പോകാം. ഓക്കെ. ഇത് ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ്. ഇത് ശ്രീവരാഹം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വരാഹമൂർത്തി ക്ഷേത്രമുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഗരുഡൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഗരുഡൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്തുനിന്ന് 2 സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഏകദേശം ഒരു 10-200 മീറ്റർ, ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 10-200 മീറ്റർ ഇപ്പുറത്തായിട്ടാണ് ഈ ഗരുഡൻ്റെ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരമായ വരാഹമാണ് ശരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ. ശരിക്കും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3 ക്ഷേത്രങ്ങളോളം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൊരു ക്ഷേത്രമാണ്. ഈ പ്രധാന ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി വരാഹമാണ്. വരാഹം, അതായത് വരാഹൻ തൻ്റെ ഭാര്യ ലക്ഷ്മിയെ മടിയിൽ ഇരുത്തിയിരിക്കുന്ന ഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഭയങ്കര മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തേത്. പിന്നെ അതുകൂടാതെ തന്നെ ഉപദേവതകളായിട്ട് ഗണപതിയുണ്ട്, കൃഷ്ണനുണ്ട്, നാഗരാജാവുണ്ട്, യക്ഷിയമ്മയുണ്ട്. ഇത്രയും ഉപദേവതകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു പാണ്ഡുരംഗ ഭജനമഠം എന്നും പറഞ്ഞ മണ്ഡപം, ചെമ്പൈ മെമ്മോറിയൽ ഹാൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഏതോ ഒരു ഭജനമഠമുണ്ട്. അതെനിക്ക് തോന്നുന്നു അവിടെ ഈ പൂജിക്കാനായിട്ടേ ഒരു പ്രത്യേക വിഭാഗത്തിന് പൂജിക്കാനായിട്ടുള്ള പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ, അതൊരു ക്ഷേത്രമാണ് കേട്ടോ. ഒരു ക്ഷേത്ര സങ്കല്പത്തിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. അവിടെ കുറച്ച് ഈ കോലങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമാണ് ശരിക്കും പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വരാഹസഹിതം ലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇന്ത്യയിലെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് ശരിക്കും പറഞ്ഞതെന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ ആകെ 3 വരാഹക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. പിന്നെ ഇതിന് ഏകദേശം ഒരു 10,000 വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് നമ്മളിപ്പം അങ്ങോട്ട് കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ ശരിക്കും ക്ഷേത്രം പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിലൊരു കുളമുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് ഏകദേശം 8 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ കണ്ടില്ലേ, എന്തോ ഭംഗിയെന്നറിയാമോ.
രാത്രി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഹുല്യം, അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ കുളത്തിലോട്ട് ദർശനമായിട്ടാണ് ശരിക്കും ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് ചെന്നിട്ട് നാലമ്പലത്തിന് വെളിയിലായിട്ട് ഞാൻ ആ കുളം കാണിച്ചു തരാം, വെളിയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാം. കണ്ടില്ലേ, ഇവിടെ ഒരു ബോർഡും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. എന്നിട്ട് വരാഹത്തിൻ്റെ ഒരു ധ്യാനമന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ശാന്തി എന്ന് പറഞ്ഞ കാരായ്മ അവകാശമാണ്, കാരായ്മ ക്ഷേത്രമാണ് ശരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത്. നമുക്കപ്പോൾ എങ്ങനെ എന്തായാലും രാവിലെ ഭഗവാനെ ഒന്ന് കണ്ട് തൊഴാനായിട്ട് അങ്ങോട്ട് കയറാം. ഇത് അകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പം ഞാൻ പുറത്ത് എല്ലാം ചുറ്റിനും ഒന്നേ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഇത് ഇവിടുത്തെ ഒരു നല്ലൊരു പ്രകൃതി ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു വാസ്തുവിദ്യ എന്ന് പറയുന്നത് ശരിക്കും സാധാരണ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വാസ്തുവിദ്യ പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പ് തകിടുകൾ കൊണ്ട് പൊതിഞ്ഞതാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം ഈ നാഗരുടെ പ്രതിഷ്ഠകൾ 2 ഭാഗത്തായിട്ട് 2 മരങ്ങളുണ്ട്. ഒന്ന് ആലും ഒന്ന് മറ്റെന്തോ ഒരു മരമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കെട്ടി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എല്ലാം ഈ നാഗരുടെ പ്രതിഷ്ഠ ചുറ്റിനുമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാഹ്യ ഘടനയെന്ന് പറയുന്നത് നാലമ്പലം ചതുരാകൃതിയിലാണ്. പിന്നെ ക്ഷേത്രത്തിലൊരു സ്വർണ്ണ കൊടിമരമുണ്ട്, നല്ല മനോഹരമായൊരു സ്വർണ്ണ കൊടിമരം കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ 8 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ ക്ഷേത്രക്കുളമാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളമാണ് ഇതെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ മുറജപമൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ ഈ ധാരാളം പുരോഹിതന്മാർ ഈ കുളത്തിൽ കുളിക്കാറുമൊക്കെ ഉണ്ട് മുറജപ സമയങ്ങളിൽ. നമുക്ക് ആ കുളം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഓണക്കാലത്ത് ഈ കുളത്തിൽ വള്ളംകളി നടത്താറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ശ്രീരാമൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ രാമായണ പാരായണത്തിൻ്റെ എനിക്കൊന്ന് CD ഇട്ടിരിക്കുക, ആരും വായിക്കുന്നതല്ല. കണ്ടില്ലേ, ഇവിടെ ഒരു വള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു കടവ് പോലെ. നല്ലൊരു മനോഹരമായൊരു കുളമാണ് കേട്ടോ. എന്തോ ഭംഗിയാണെന്നറിയോ കാണാൻ. കുളപ്പടവുകളും നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല വെള്ളമാണ്, നല്ല വെള്ളമാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അർച്ചന, ഗണപതി ഹോമം, അഷ്ടോത്തരാർച്ചന, ത്രിമധുരം, പാൽപ്പായസം, ഉണ്ണിയപ്പം, തുലാഭാരം, അങ്ങനെ വിഷ്ണു ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട്, ഈ ക്ഷേത്രത്തിലും ഉണ്ട്. നമുക്ക് പകലായിരുന്നെങ്കിലേ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. നമുക്കിനി വെട്ടത്തിൽ വന്നിട്ട് ഒരു ദിവസം എടുക്കണം, വെട്ടമുള്ളപ്പം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ വലിപ്പമുള്ള കുളമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ കണ്ടില്ലേ, വരാഹമൂർത്തി, അതായത് ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തിയിരിക്കുന്ന വരാഹത്തിൻ്റെ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. നമുക്കെന്തായാലും ഇനിയിപ്പം പുറത്തുകൂടെ ഒന്ന് കറങ്ങി ചുറ്റിനും ഒന്ന് കണ്ടിട്ട് ക്ഷേത്രത്തിനകത്തോട്ട് കയറാം. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ മലയാള മാസമായ മീനത്തിൽ, അതായത് മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിൻ്റെ അതേ കാലയളവിലാണ് ഇവിടുത്തെ ഉത്സവം. പിന്നെ മലയാള മാസമായ മീനത്തിലെ വരാഹ ജയന്തിയും പിന്നെ ഗംഭീരമായ ഉത്സവമായിട്ട് ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. നിത്യശീവേലിയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ശീവേലിയും കാര്യങ്ങളുമൊക്കെ നിത്യമുണ്ട്. പഴയ കാലത്തെ വാസ്തുവിദ്യയുടെ അതേ ഒരു മോഡലാണ്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. ഇവിടെ ഒരുപാട് നാഗരുടെ പ്രതിഷ്ഠകളുണ്ട്. ഈ ആൽമരത്തിൻ്റെ അവിടെ അല്ലാതെ കണ്ടില്ലേ, നേരെ കാണുന്നിടത്തും നാഗപ്രതിഷ്ഠയുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ കിഴക്കേ നടയിലോട്ടാണ് വരുന്നത്. ശരിക്കും ഇതിൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ്. ഇതിൻ്റെ പുറകുവശമാണ്. 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്. ഇത് ഒരുപക്ഷെ പലതവണ പുതുക്കിയൊക്കെ പണിഞ്ഞ് കാണണം, എങ്കിലും അതിൻ്റെ ആ ഒരു പിന്നെ തനത് പഴയ ശൈലിയൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ഇവിടെ കണ്ടില്ലേ, പിന്നെ ഷർട്ടും ബനിയനും ഒന്നും ഇട്ടുകൊണ്ട് കയറില്ല. അത് സാധാരണ ഹിന്ദു ക്ഷേത്രത്തിലെല്ലാം ഉള്ള അതേ സിസ്റ്റംസാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ കിഴക്കോട്ട് കയറുന്നത്. ഇത് നേരെ കയറി കഴിഞ്ഞാൽ റോഡിലോട്ടാണ് ചെല്ലുന്നത്. നമുക്കാണെങ്കിൽ ഇവിടെയും വണ്ടി ഇട്ടിട്ട് അകത്ത് കയറാം. അതേപോലെ നമുക്ക് പക്ഷേ ഫ്രണ്ടിലെത്താൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്
അപ്പുറത്തെ സൈഡിൽ, അതായത് വടക്കേ നട, ക്ഷേത്രത്തിൻ്റെ വടക്കേ നട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നട. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇവിടെ കണ്ടില്ലേ ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമ. അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അത് ഓപ്പണാണ്, ശ്രീകോവിലൊന്നുമില്ല. ശ്രീകൃഷ്ണൻ്റെ ഒരു ശരിക്കും പ്രതിമയാണത്. പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു എന്നല്ലാതെ അവിടെ ഈ ശ്രീകോവിലായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് പോലൊരു സംഭവം, അവിടെ പാർത്ഥസാരഥിയുടെ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ രൂപം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇരുട്ടത്ത്, പക്ഷേ ഇഷ്ടംപോലെ വെട്ടമുണ്ട് കേട്ടോ, ഇരുട്ടാണെങ്കിലും ലൈറ്റൊക്കെ ഉണ്ട്. ക്ഷേത്രം തുറന്നു, എനിക്കൊന്ന് 5 മണിക്ക് എന്തോ തുറക്കും അമ്പലം. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെന്ന് ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിട്ട് നമുക്ക് തിരിച്ചു വരാം. തിരിച്ച് നേരെ പൂജസ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇനിയിപ്പം എന്തായാലും രാവിലെ എണീറ്റ് ഈ ക്ഷേത്രത്തിന് ചുറ്റിനും ഒരു 10 പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സർസൈസാണ്. വേറെ എങ്ങും പോകണ്ട, കാരണം നല്ല ശുദ്ധവായു അല്ലേ, വേറെ പിന്നെ പൊടിപടലങ്ങളോ പുകയോ അങ്ങനൊന്നുമില്ല, നല്ല ശുദ്ധമായ സ്ഥലമല്ലേ. ഇവിടെയും നാഗരാജാവ് കണ്ടില്ലേ, ഒരുപാട് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. എന്താണോ എന്തോ ചുറ്റിനുമുണ്ട്, ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഇഷ്ടം പോലെ ഉണ്ട് നാഗരാജ പ്രതിഷ്ഠകൾ. അങ്ങനെ നമ്മൾ ഒരു പ്രദക്ഷിണം ചെയ്ത് നേരെ ക്ഷേത്രത്തിൻ്റെ വീണ്ടും പടിഞ്ഞാറ് വശത്ത് ഫ്രണ്ട് സൈഡിലെത്തി. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് വരാം. ക്ഷേത്രത്തിൽ മൊബൈൽ അലൗഡല്ല, അപ്പോൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ പൂജ സ്ഥലത്ത് പോകാം. ഓക്കെ. ഇവിടെ കണ്ടില്ലേ ഒരു കൂറ്റൻ മണിയുണ്ട്, ഒരു മണിക്കൊരു മണ്ഡപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മണിമണ്ഡപം പോലെ കണ്ടില്ലേ, കൂറ്റനൊരു മണി. അതിൻ്റെ താഴെ ഗണപതി, അതേപോലെ ലക്ഷ്മി വരാഹമൂർത്തിയുടെ ശരിക്കും അഷ്ടോത്തരം, ശ്രീ വരാഹ അഷ്ടോത്തര ശതനാമാവലികൾ അത് ബോർഡിലുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ചാൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഒന്ന് ജപിച്ചിട്ട് വേണമെങ്കിൽ പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ വരാഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ തൊഴുതു. നല്ല സൂപ്പർ ഒരു അമ്പലമാണ്, കിടിലനൊരു അമ്പലം. അപ്പോൾ ഇവിടെ വന്ന് തൊഴുതു, ഭഗവാനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ടാണ്. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 5:30 കാരണം 5 മണിക്ക് ഞാൻ പൂജ സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:30 മണിയായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നേരത്തെ പൂജ സ്ഥലത്ത് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ കാലത്തെ പൂജകൾ തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് ഗണപതി ഹോമം, അത് കഴിഞ്ഞിട്ട് തിലഹോമം, തിലഹോമം ഇപ്പോഴല്ല, നാളെ ഉള്ളൂ. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, അതിനുശേഷമായിട്ട് നവഗ്രഹ പൂജാതി കർമ്മങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പൂജാതി കർമ്മങ്ങൾ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഗണപതി ഹോമത്തിനുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൃത്യുഞ്ജയ ഹോമം നടത്തണം. അപ്പോൾ ഹോമം കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടിക കൊണ്ട് അടുക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പൂജാപാത്രമൊക്കെ എല്ലാം അടുക്കി എല്ലാം അതിൻ്റേതായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം പൂജയ്ക്ക് ഇരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ നവഗ്രഹത്തിൻ്റെ പത്മമൊക്കെ ഇട്ടു. ആ നവഗ്രഹത്തിൻ്റെ പത്മത്തിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങൾക്കും, അതായത് നവഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ 9 ഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ആ 9 ഗ്രഹങ്ങൾക്കുമുള്ള പ്രത്യേകമായ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു തരാം. ഇതൊക്കെ ഹോമദ്രവ്യങ്ങളാണ്. നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കി, അഷ്ടദ്രവ്യ കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഗണപതിക്ക് നിവേദ്യത്തിനായിട്ട് അവിടെ ഇലയിൽ നമ്മൾ നിവേദ്യത്തിനായിട്ട് വിളമ്പി വെച്ചു. അപ്പോൾ ഇതാണ് നവഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ 9 ഗ്രഹങ്ങളുടെ 9 രൂപങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പത്മമായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് മധ്യത്തിലായിട്ട് സൂര്യൻ, അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് വ്യാഴം, അതേപോലെ അതിന് തൊട്ട് മുകളിലായിട്ട് കൊടിമരത്തിൻ്റെ ആകൃതിയിലുള്ളത് അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ശരിക്കും കേതു. അതിനുശേഷമായിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ശുക്രൻ, പിന്നെ അമ്പിൻ്റെ ആകൃതിയിലുള്ളത് ബുധൻ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുജൻ, അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ചന്ദ്രൻ, പിന്നെ വില്ലിൻ്റെ ആകൃതിയിലുള്ളത് ശനി, മുറത്തിൻ്റെ ആകൃതിയിലുള്ളത് രാഹു. അതുപോലെ തന്നെ ഈ 9 ഗ്രഹങ്ങൾക്ക് 9 ധാന്യങ്ങളാണ്, അതായത് നവധാന്യങ്ങൾ. അതിൽ സൂര്യന് ഗോതമ്പ്, പിന്നെ വടക്കു ഭാഗത്ത് വ്യാഴത്തിന് ചണമ്പയർ എന്ന് പറഞ്ഞാൽ മമ്പയർ, അതേപോലെ അതിന് തൊട്ട് മുകളിലായിട്ട് കേതുവിന് പിന്നെ മുതിര, അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ശുക്രൻ. അപ്പോൾ ശുക്രന് തുവരയാണ്.
അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ചെറുപയർ, ബുധന് ചെറുപയർ, അതേപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുജന് പിന്നെ കടല, അതേപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചന്ദ്രന് അരിയാണ്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ശനിക്ക് എള്ളാണ് പിന്നെ ധാന്യം. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പിന്നെ രാഹുവിന് ഉഴുന്ന് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 9 ഗ്രഹങ്ങൾക്കും 9 ധാന്യങ്ങളാണ് പ്രത്യേകം വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 9 നിറങ്ങളിലുള്ള പട്ട്, അതായത് സൂര്യന് സൂര്യൻ്റെ ഒരു പിന്നെ കടും മഞ്ഞ, അതേപോലെ തൊട്ടടുത്തായിട്ട് വ്യാഴത്തിന് മഞ്ഞ, അതേപോലെ പിന്നെ ചന്ദ്രന് വെള്ള, അതേപോലെ ചൊവ്വയ്ക്ക് ചുവപ്പ്, അതേപോലെ കേതുവിന് ഒരു റോസ് കളർ നിറം, അതേപോലെ പിന്നെ ശുക്രന് വെള്ളയല്ല ഒരു കോടി കളറ് പച്ച, അതേപോലെ ബുധന് പച്ച, പിന്നെ ചൊവ്വയ്ക്ക് ചുവപ്പ്, അതേപോലെ ചന്ദ്രന് തൂവെള്ള, തൊട്ടടുത്തായിട്ട് ശനിക്ക് നീല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് രാഹുവിന് കറുപ്പ്. ഇങ്ങനെ 9 നിറങ്ങൾ. അപ്പോൾ 9 ധാന്യങ്ങൾ, 9 നിറങ്ങളിലുള്ള പട്ടുകൾ, അതായത് നവവർണ്ണ പട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ അടുത്തത് ഗണപതി ഹോമം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം മൃത്യുഞ്ജയ ഹോമം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് പിന്നെ നവഗ്രഹ പൂജയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജാതി കർമ്മങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വൈകിട്ടത്തെ കർമ്മത്തിൽ യമരാജ ഹോമം തിലഹോമം, യമരാജ ഹോമത്തിന് ശേഷം ഉച്ചാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെയാണ് പിന്നെ തിലഹവനവും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. തിലഹോമം നടത്തി പ്രേതശുദ്ധി വരുത്തുന്നതുമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട്, പുതിയ പൂജകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.